ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമത്തിന് ദ ലോ ഓഫ് ഇനർഷ്യ എന്നും ഒരു പേരുണ്ട്. അതായത് ഒരു പദാർത്ഥം അതിൻ്റെ റെസ്റ്റിംഗ് സ്റ്റേജിലാണ് എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഇനർഷ്യ എന്ന് പറഞ്ഞാൽ മൂവ്മെൻ്റ് ഇല്ലാത്ത അവസ്ഥ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഈ മൂവ്മെൻ്റ് ഇല്ലാത്ത അവസ്ഥ എവിടെയൊക്കെ സംഭവിക്കും? ഒന്ന്, ഒരു പദാർത്ഥം റെസ്റ്റ് എടുക്കുക, അനക്കയില്ല, ആ അവസ്ഥയിൽ സ്റ്റേറ്റ് ഓഫ് ഇനർഷ്യ എന്നാണ് പറയുന്നത്. ഇനി രണ്ട്, ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പദാർത്ഥം ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ കൃത്യമായിട്ട് യാത്ര ചെയ്യുക. അങ്ങനെ യാത്ര ചെയ്യുമ്പം നമുക്ക് ഇനർഷ്യ സ്റ്റേജിലായിട്ടേ തോന്നത്തുള്ളൂ. അതിനും സ്റ്റേറ്റ് ഓഫ് ഇനർഷ്യ എന്നാണ് പറയുന്നത്. അതിനൊരു ഉദാഹരണമാണ്, നമ്മളൊരു കാറിനകത്തിരിക്കുക, കാറ് 50 മൈൽ സ്പീഡിൽ പോവുക. 50 മൈൽ സ്പീഡിൽ പോകുന്ന ആളെ ഓടിക്കുന്ന കാറിൻ്റെ അകത്തിരിക്കുന്ന ആളെ സംബന്ധിച്ച് അയാൾക്ക് മൂവ്മെൻറ്റ് ഫീൽ ചെയ്യത്തില്ല. കാരണം അയാൾ അടങ്ങുന്നില്ല, അയാളുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ മാറുന്നില്ല. അയാളുടെ മുമ്പിലിരിക്കുന്ന കുഞ്ഞ് അവിടെ തന്നെ ഇരിപ്പുണ്ട്, അയാളുടെ പുറകിലിരിക്കുന്ന ആൾ അവിടെ തന്നെ ഇരിപ്പുണ്ട്, അയാൾക്ക് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഇനി ആ വിൻഡോയും കൂടി അടച്ചിട്ടാലോ അയാൾക്ക് ഒട്ടും ഫീൽ ചെയ്യത്തില്ല. കാരണം അയാളൊരു കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ്. അയാൾ മൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ടെന്ന് അയാൾക്ക് മനസ്സിലാകുന്നത് അയാൾ റോട്ടിലെ കട്ടറിലും കുഴിയിലും ഒക്കെ ചാടുമ്പം വണ്ടി കുലുങ്ങുന്നുണ്ടെന്നേ തോന്നത്തുള്ളൂ. പക്ഷെ അയാൾ മൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ടെന്ന് അയാൾ ഷട്ടർ അടച്ചിട്ടാൽ തോന്നത്തില്ല. എന്നാൽ പുറത്ത് നിൽക്കുന്ന ആളെ സംബന്ധിച്ചോ, പുറത്ത് നിൽക്കുന്ന ആൾക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ അയാൾ മൂവ് ചെയ്യുവാണ്. അപ്പം റെസ്റ്റിംഗ് സ്റ്റേജിന് 2 അവസ്ഥകളുണ്ട്. ഒന്ന്, പൂർണ്ണമായിട്ടും റെസ്റ്റ്, അനക്കമില്ലാത്ത അവസ്ഥ. 2, കോൺസ്റ്റൻറ്റ് സ്പീഡിൽ, ഒരു കൃത്യമായ സ്പീഡിൽ നിൽക്കുന്ന ഒരു വാഹനത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ആൾക്കും അതേ സ്പീഡിൽ തന്നെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിലും അയാൾക്കും സ്റ്റേറ്റ് ഓഫ് ഇനർഷ്യയിലാണ്. അയാൾക്കത് മനസ്സിലാകത്തില്ല. ഇതാണ് ഭൂമിയുടെ റൊട്ടേഷനും. ഒരു പുതിയ ഫോഴ്സ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് വരെ ഈ സംഭവങ്ങളെല്ലാം സ്റ്റേറ്റ് ഓഫ് ഇനർഷ്യയിലായിരിക്കും. റെസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവത്തിലേക്ക് ആരെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ അതൊരു മൂവ്മെൻ്റ് ആവും. അപ്പോഴാണ് അതിന് മൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ടെന്ന് അതിന് ഫീൽ ചെയ്യത്തുള്ളൂ. എന്നാൽ ഒരേ കോൺസ്റ്റൻറ്റ് സ്പീഡിൽ പോകുന്ന ഒരു സംഭവത്തിന് സ്പീഡൊന്ന് കൂട്ടുകയോ കുറയുകയോ ചെയ്താൽ മാത്രമേ അതിൻ്റെ അകത്തിരിക്കുന്നവർക്ക് ആ മൂവ്മെൻറ്റ് ഫീൽ ചെയ്യത്തുള്ളൂ. ഇത് രണ്ടും റെസ്റ്റാണ്. ഇതിന് രണ്ടിനും സ്റ്റേറ്റ് ഓഫ് ഇനർഷ്യ എന്നാണ് പറയുന്നത്. ഇതാണ് ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈഡ് ആകുന്നത് വരെ പദാർത്ഥങ്ങളെല്ലാം റെസ്റ്റിലായിരിക്കും. ഇതാണ് സൂര്യനും ചന്ദ്രനും, ഇത് തന്നെയാണ് സൂര്യനും ചന്ദ്രനും. എന്തുകൊണ്ടാണ് ഭൂമിയിൽ നിൽക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ചലനം മനസ്സിലാക്കാത്തത്? കോൺസ്റ്റൻറ്റ് സ്പീഡാണ്. മൂണിന് തമ്മിൽ നമുക്ക് ദിനരാത്രങ്ങൾ കൃത്യമായിട്ട് വരുന്നതിൻ്റെ കാരണം എന്താ? അത് കൃത്യമായിട്ട് കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ്. ഇതാണ് സ്റ്റേറ്റ് ഓഫ് ഇനർഷ്യ. ഇതാണ് ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈഡ് ആകുന്നവരെ എല്ലാം ഒരുപോലെ ആയിരിക്കും എന്നുള്ളത്.